Hi friends. In the 3D drawing in a petition parayan പോകുന്നത്. അപ്പോൾ 3D drawing എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള പെർസ്പെക്റ്റീവ് ഇല്യൂഷൻ ആണത്. അതായത് ഒരു വസ്തു നമ്മൾ ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അത് ഓരോ ഡയറക്ഷനിൽ നിന്ന് നോക്കുമ്പോഴും ആ വസ്തുവിനെ പല രീതിയിലാണ് കാണുന്നത്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലെ ആയിരിക്കത്തില്ല സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. അതാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഒരു തരത്തിൽ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇല്യൂഷൻ തരുന്നതാണ് 3D എന്ന് പറയുന്നത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക്. ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കിൾ നമ്മൾ ടോപ്പ് വ്യൂ നിന്ന് നോക്കുമ്പോഴേക്കും കാണുന്നത് പോലെ അല്ല ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ ക്യാമറ ഒരു ആംഗിളിലോട്ട് വെച്ചപ്പം ഈ സർക്കിളിൻ്റെ ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം അല്ലെങ്കിൽ ഒരു ഡയമെൻഷൻ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് വേറൊരു ആംഗിളിലോട്ട് മാറുമ്പോഴും ആ സർക്കിളിൻ്റെ രൂപത്തിന് ടോപ്പ് വ്യൂവിൽ നിന്ന് കണ്ടതുപോലെ അല്ല കാണുന്നത്. ഇനി ഞാനൊരു ഒബ്ജക്റ്റ് വെച്ച് കാണിച്ചു തരാം. ഇതാണ് ആ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ നോക്കി നമ്മൾ വരയ്ക്കുമ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഷാഡോ നമ്മൾ വരയ്ക്കും. ഇനി ഇതേ സംഭവം നമ്മളൊരു ആംഗിളിലോട്ട് നീക്കി നോക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന രീതി മാറിയില്ലേ? നമ്മൾ ടോപ്പ് വ്യൂവിൽ കാണുന്ന രീതിയിലല്ലായിരിക്കും ഒരു ആംഗിളിലോട്ട് മാറ്റിക്കഴിയുമ്പോൾ വരയ്ക്കുന്നത്. ഒരുതരം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു 3D ഇമേജിനെ 2D സർഫസിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പെർസ്പെക്റ്റീവ്. കണ്ടില്ലേ? ഒരു വസ്തുവിൽ ഉണ്ടാക്കുന്ന ഷാഡോ ആണ് അതിന് കൂടുതലായിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് തരുന്നത്. അതായത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതിൽ ഷാഡോ ഉള്ളപ്പോഴാണ് നമുക്ക് ശരിക്കും ആ പ്രൊജക്ഷൻ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു സ്പൂണാണ്. ഈ സ്പൂണിൻ്റെ 3D ഡ്രോയിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് എളുപ്പത്തിൽ നോക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം ഈ സ്പൂൺ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിനൊരു ആഷ് ഷെയ്ഡും പിന്നെ ഒരു വൈറ്റ് ഹൈലൈറ്റിങ്ങും പിന്നെ ഡാർക്ക് ആഷൊക്കെയാണ് വന്നിരിക്കുന്നത് കൂടുതലും. അപ്പം ഇത് വെച്ച് നമുക്ക് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന പേപ്പർ 300 GSത്തിൻ്റെ ബ്രിസ്റ്റോളിൻ്റെ നല്ല കട്ടിയുള്ള ഒരു പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു എളുപ്പമുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു പേപ്പറിൻ്റെ പുറത്ത് നമ്മൾ ഈ സ്പൂൺ അങ്ങ് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സ്പൂണും പേപ്പറും കൂടെയുള്ള ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ലാപ്പോ വേറെ മൊബൈലോ ഉണ്ടെങ്കിൽ അതിലോട്ട് ആ സ്പൂണിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. അപ്പം നമുക്ക് ആ ഷാഡോ ഒന്നും മാറാതെ തന്നെ കിട്ടും. എന്നിട്ട് വരച്ചു തുടങ്ങുക. വരയ്ക്കുമ്പോൾ എപ്പോഴും ഔട്ട്ലൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിൽ ഔട്ട്ലൈൻ വരച്ചിട്ട് ആദ്യം ഏറ്റവും ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കോൾഡ് ഗ്രേ 1, 2, 3 പിന്നെ വാം ഗ്രേ 3. ഇത് മൂന്നുമാണ് ഞാൻ കൂടുതലും ഷെയ്ഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫാബർ കാസലിൻ്റെ പോളിക്രോമോസ് 120 സെറ്റ്സിൽ കാണാൻ സാധിക്കും. പല ഷെയ്ഡ്സിലുള്ള ഗ്രേ കളർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഡാർക്ക് ഷെയ്ഡ്സിന് ഞാൻ കൊടുത്തിരിക്കുന്നത് പോളിക്രോമോസിൻ്റെ കോൾഡ് ഗ്രേ 6ഉം 5ഉം ആണ്. 5ഉം 6ഉം ആണ് ഞാൻ ഡാർക്ക് ഷെയ്ഡ്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈലൈറ്റ്സിന് ഞാൻ വൈറ്റ് കളർ പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് കുറച്ചുകൂടി ഡാർക്ക് ഹൈലൈറ്റ്സ് വേണമെങ്കിൽ അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽസ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല അധികം. പിന്നെ ഷാഡോ ഒക്കെ വരയ്ക്കുമ്പോഴേക്കും ആദ്യം തന്നെ ഡാർക്ക് ഷെയ്ഡിലോട്ട് പോകരുത്. ആദ്യം ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ആഷ് കളർ വെച്ചിട്ട് വേണം ആദ്യം കളർ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഡാർക്കിലോട്ട് പോവുക. എന്നാൽ മാത്രമേ ബ്ലെൻഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ പേപ്പർ വൈറ്റ് ഫുള്ളും ഇല്ലാതെ ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ നമ്മുടെ വൈറ്റ് കളർ പെൻസിൽസ് യൂസ് ചെയ്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പേപ്പർ വൈറ്റ് അങ്ങനെ തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ള ഷെയ്ഡ്സ് കൊടുത്ത് നമുക്ക് പയ്യെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ലെയർ ബൈ ലെയർ ബ്ലെൻഡിങ് ആണ് ഏറ്റവും നല്ലത്. അതായത് നമ്മളിപ്പം ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് തുടങ്ങി ഡാർക്ക് ഷെയ്ഡിലോട്ട് പോകുമ്പോഴേക്കും ആ പേപ്പർ വൈറ്റ് മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്ത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ആ പേപ്പറിൻ്റെ ആ ഒരു ഗ്രെയിൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ഓരോ ഷെയ്ഡും ലെയർ ബൈ ലെയർ അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും ആ ബ്ലെൻഡിങ് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.